സ്റ്റോറിയാണ് ഇപ്പോൾ എല്ലായിടത്തും ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ആസ് എ കേരളൈറ്റ് ഐ ഷുഡ് ടോക്ക് അബൌട്ട് ദിസ്. ആൻഡ് ഫിലിം എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു സിനിമയല്ല അല്ലേ. സിനിമ ഈസ് എൻ എക്സ്പ്രഷൻ ഓഫ് എൻ എക്സിസ്റ്റിംഗ് ലൈഫ് ആൻഡ് ദ സോഷ്യൽ റിയാലിറ്റീസ്. നമ്മുടെ കേരളത്തെ കുറിച്ചിട്ട് നമ്മളെക്കാൾ കൂടുതൽ അറിയുന്നവരായിട്ടാണ് അവരവിടെ ചിത്രീകരിച്ചിട്ടുള്ളത്. ഇതിനകത്ത് ഒരു സീന് കാണിക്കുന്നുണ്ട്. അതായത് ഈ മുസ്ലിംസ് എന്ത് ചെയ്യുന്നു, ഒരു ഹിന്ദു ആയിട്ടുള്ള ഒരു ലേഡീനെ കൊണ്ട് ബീഫ് കഴിപ്പിക്കുന്നു. സി കം ഓൺ, വാട്ട് ദ ഒഡാസിറ്റി ദേ ആർ ഷോയിങ്. എത്ര ഡിസ്റെസ്പെക്ട്ഫുൾ ആയിട്ടാണ് അവർ നമ്മുടെ കേരളത്തെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്നും വേണ്ട, ഒരു 5 വർഷം ബാക്കിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടിയിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, കൊറോണയാണ്, ഒരാളെ ടച്ച് ചെയ്യാൻ പറ്റില്ല, ശ്വസിച്ച പ്രശ്നം, ഇങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ ഇതൊന്നും നോക്കാതെ അവിടെയുള്ള ആൾക്കാരെ, ഞാനടക്കമുള്ള ഒരുപാട് മനുഷ്യർ അവിടെയുള്ള കൊണ്ടോട്ടിയിലൊരു പ്ലെയിൻ ക്രാഷ് വന്ന സമയത്ത് ആൾക്കാരെ കയ്യും മെയ്യും നോക്കാതെ രക്ഷപ്പെടുത്തിയിട്ടുള്ള ഒരു ചരിത്രം നമ്മുടെ കേരളത്തിനുണ്ട്. അതേപോലെ തന്നെ 2018 പ്രളയം, ആ പ്രളയത്തിൽ നമ്മൾ ഹിന്ദു എന്നോ മുസ്ലിം എന്നോ ക്രിസ്ത്യൻ എന്നോ ഒന്നും നോക്കാതെ നമ്മൾ പരസ്പരം കൂട്ടി നമ്മളെല്ലാ മനുഷ്യരെയും ചേർത്ത് പിടിച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് കേരളത്തിന്റെ സ്റ്റോറി. ആൻഡ് ദി ഡയറക്ടർ ഓഫ് ദിസ് മൂവി സേസ് ദാറ്റ് ദിസ് മൂവി ഈസ് ദി സ്റ്റോറി ഓഫ് 3 states. Okay, fine. Then why you put Kerala story? What is the propaganda behind it? ഇനി അടുത്തൊരു കാര്യം, you are really misguiding the people, and do you know that is the biggest crime.